ഇതിപ്പോ 2021 ഷോകൾ ഉണ്ടെങ്കിൽ നമ്മള് വിൻ ചെയ്യേണ്ട പേടാണ്. പക്ഷെ നമുക്ക് അതിനുള്ള അവസരം ഇത്തവണ ഇല്ല. ചെയ്തിരിക്കുന്നത് നല്ല രസകരമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. വെള്ളം കൊടുക്കുന്നതാണെങ്കിലും ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കർ സെറ്റ് ചെയ്തേക്കുന്നതാണെങ്കിലും ഡിഫറെൻ്റ് ആണ്. ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു എക്സ്പെൻസ് മൊത്തത്തിൽ പറഞ്ഞാൽ ടോട്ടൽ ഈ ഒരു ലോഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട്? ഇത് നമുക്ക് ബേസ് മുതൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നതുകൊണ്ടാണ് ഓരോ കാര്യത്തിലും നല്ല എക്സ്പെൻസീവ് ആയിട്ട് പോയിട്ടുണ്ടല്ലേ. ബേഡ്സ് ഇല്ലാതെ ഒരു 7 ലക്ഷം രൂപ ഇതിന് മുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ചെലവുകൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് വരുമാനം എങ്ങനെയാണ്? രണ്ടുപേർ പാർട്ണർഷിപ്പായിട്ട് ചെയ്യുമ്പോൾ അതിലെങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുക എന്ന് പറയാം? ഇതെന്ന് പറയുന്നത് നമ്മൾ 2019 എവിടെയെല്ലാം ഷോ നടന്നുണ്ടോ അവിടെ ക്ലീൻ ചെയ്യണം. ഇതിൽ ഏത് രണ്ട് പേരും 2019 UPSL ഗ്രാൻഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ചു. അതുപോലെ തന്നെ കൊല്ലത്ത് നടന്ന NPA ഷോയില് ഗ്രാൻഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ചു. അതുപോലെ തന്നെ ടോയ് ബ്രീഡ് സെക്ഷനിൽ ഓവറോൾ ചാമ്പ്യനുമായി. എന്തൊക്കെയാണ് ഇപ്പോൾ ലോങ് ഫേസിന്റെ ഒരു ക്വാളിറ്റിയിലേക്ക് പറഞ്ഞാൽ നമുക്ക് ഇവനെ ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബേഡാകുമ്പോൾ അതിനെ വെച്ചിട്ട് പറയാമല്ലോ. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ? മെയിനായിട്ട് ഫീച്ചേഴ്സ് ഹെഡ്സും അതുപോലെ അതിൻ്റെ ഐയും അതിൻ്റെ പീക്സും. അതിന്റെ ഓരോന്നിന്റെ ഒന്ന് പ്രത്യേകത പറയാമോ? അത് പീക്സ് ആണെന്നുണ്ടെങ്കിൽ ബോക്സ് ടൈപ്പ് പീക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല ബൾജ് ചെയ്തിട്ട് നല്ല പഞ്ചിങ് ഹെഡ് ആയിരിക്കും. അതുപോലെ കണ്ണൊക്കെ ഉള്ളിൽ പോയിട്ട് നല്ല പേൾ ഐസ് ആയിരിക്കും. കളറാണ് ഉദ്ദേശിച്ചത്? പേളായി സിൽവറായി എന്ന് വെച്ചാൽ നമ്മൾ പേളായി പിന്നെ മപ്സൊക്കെ നമ്മൾ തമ്പ് കയ്യിൽ തമ്പ് ഇങ്ങനെ പിടിച്ച് ഇതേപോലെ സ്റ്റാൻഡിങ് പീക്സിന്റെ നേരെ ഐ പോയിന്റിലേക്ക് ആയിരിക്കും കുറച്ച് കാര്യം നേരെ ഐയുടെ അങ്ങോട്ട് വരണം അല്ലേ? അപ്പോൾ ഇതിന് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പല പല വെറൈറ്റി കളേഴ്സ് ആൽമണ്ട്സ് കിട്ടാറുണ്ട്, ടൈഗേഴ്സ് കിട്ടാറുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ തന്നെ ബ്രെഡ് മാർക്കിംഗ് എന്ന് പറയുന്നത് താടി മാർക്കിംഗ് എന്ന് പറഞ്ഞ ബ്രെഡ് അതല്ല ഈ ആൽമണ്ട്സിലേക്ക് കറക്റ്റ് ബോളായിട്ട് കൊണ്ടുവരിക. ഇതിനെങ്കിലും നമുക്ക് അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഓൺ ബ്രീഡ് ബേഡാണ്. അതിന്റെ പേരൻസിനെ നമ്മൾ നേരത്തെ കാണിച്ചു. ഇത് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ നമ്മുടെ ലോഫ്റ്റുകളാണ് സെറ്റ് ആയിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ ബ്രീഡിങ്ങിലേക്ക് കയറ്റിയതാണ്. അപ്പൊ അത് കാരണം ജസ്റ്റ് ബ്രീഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ. കിട്ടുന്ന കുഞ്ഞിന്റെ എന്താന്നുള്ള അവസ്ഥ അറിയില്ല. ഫസ്റ്റ് കുഞ്ഞിലാണ് തിരിക്കുന്നത്. ഇതും നമ്മളുടെ ഓൺ ബ്രീഡിംഗ് ബേഡാണ്. അതായത് ഡെവലപ്മെന്റ് ചെയ്തെടുത്താണ്. കുഞ്ഞുങ്ങളായിരിക്കാണ് അതിന്റെ ക്വാളിറ്റി ഡിഫറൻസ് വരികയാണ്. ഫീഡ് ചെയ്തിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇതും നമ്മുടെ കയ്യിലുള്ള വേറൊരു ബ്രീഡിംഗ് സെറ്റാണ്. ഇത് നല്ല നമ്മുടെ ഓൺ ബ്രീഡിംഗ് ബേഡാണ്. ഇത് പ്യുവർ വൈറ്റ് അല്ലല്ലോ അല്ലേ ബാക്കിൽ നിൽക്കുന്നത്? അത് പറഞ്ഞാലേ നമ്മളെ ആൽമണ്ട് ലൈൻസ് ഒക്കെ വരുന്ന ബേഡാണ്. അപ്പൊ ഓരോ മോൾട്ടിങ്ങിലും അതിന്റെ ഹെഡിൽ ഇങ്ങനെ കളർ വ്യത്യാസം വരും. അതാണ് മെയിൽ ബേർഡ് എന്ന് തോന്നുന്നു ബാക്ക് സൈഡ് നിൽക്കുന്നത്. അത് നേരത്തെ ഫസ്റ്റ് കാണിച്ചില്ല ആ പേരൻസിന്റെ പേരാണ്. ഫസ്റ്റ് കാണിച്ചതിന്റെ നമ്മുടെ ഗ്രിസിൽ കാറ്റഗറിയിൽ പെട്ടതാണ്. ഗ്രിസിലാണ്. അപ്പൊ ഇതിൽ ഗ്രിസിലാണ് അതിൽ കുറച്ച് ടോട്ട് പോലത്തെ കളേഴ്സ് കയറി വന്നിട്ട് മാത്രം. അത് ഈ മെയിൽ ബേർഡിനല്ലേ? ഇപ്പൊ ബ്രീഡിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും വരാറുണ്ടോ? ഫോസ്റ്റർ പാരന്റ്സിനെ വെച്ച് നോക്കിക്കാൻ പറ്റുമോ? അതാണ് ലോങ് ഫേസിന്റെ കാര്യത്തിൽ. പാരന്റ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിന് യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ പുതിയ കൂട് സെറ്റ് ചെയ്തിട്ട് അതിൽ കിട്ടപ്പോൾ നമുക്ക് ഫോസ്റ്റേഴ്സ് സെറ്റായിട്ട് വരണം. അതിന് ടൈം ഫീമെയിൽ ബേർഡ് നമുക്ക് 2019 ചാനൽ കാറ്റഗറിയിൽ സെക്കൻഡ് പ്രൈസ് വന്ന ബേർഡാണ്. ലെഫ്റ്റ് സൈഡ് നിൽക്കുന്ന ബേർഡ് അല്ലേ? UPC ഷോയില് സെക്കൻഡ് പ്രൈസ് വന്ന ബേർഡാണ് ഫീമെയിൽ. അത് UPC ഷോയ്ക്കാണ് നമ്മൾ ഈ ബേർഡ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഫാൻഡിയലില് സാഡിൽ കാറ്റഗറിയിൽ വരുന്ന ബേർഡാണിത്. ഇത് ഇപ്രാവശ്യം 2020 ജനുവരിയിൽ നടന്ന എക്സ്പോയില് നമ്മുടെ അൽഫർദാൻ ഫാൻഡൽ രാജകുമാരനായ അൽഫർദാൻ വന്ന ജഡ്ജ്മെന്റ് നടത്തിയുള്ള ബേർഡാണ്. അതില് റെഡ് ഇൻ ഇന്ത്യ എന്ന ഏറ്റവും വലിയ ട്രോഫി കിട്ടുന്ന ഗ്രാൻഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ചുള്ള ഈ കാറ്റഗറിയിൽ ഗ്രാൻഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ചുള്ള ബേർഡാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബേർഡ് എന്ന് പറയാം. ഷോയിൽ പങ്കെടുത്ത ചാമ്പ്യന്മാരിൽ ഏറ്റവും ബെസ്റ്റ് ബേർഡ് ആയിട്ട് സെലക്ട് ചെയ്തു.
NPA റിംഗഡ് ബേഡിലെ ഏറ്റവും ബെസ്റ്റ് ബേഡ്. അതുപോലെ തന്നെ സാഡിൽ കാറ്റഗറിയിലെ ഫാൻഡൈൽസിൽ ഏറ്റവും ബെസ്റ്റ് ബേഡ്. അങ്ങനെ രണ്ടും ട്രോഫി അടിച്ച ബേഡാണ്. ഇതിനിപ്പോ നമുക്ക് കുട്ടികളൊക്കെ ഇറങ്ങി ഇവിടെ ഉണ്ടോ? കുട്ടികൾ ഇപ്പോൾ ഓൺ ബ്രീഡിംഗ് ആണ്. ഇപ്പോൾ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സീസണിൽ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓൾറെഡി കുഞ്ഞുങ്ങളായിരിക്കുന്നുണ്ട്. പക്ഷെ അത് തൂലൊന്നും വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒട്ടും പൊട്ടിയൊന്നും പോയിട്ടുണ്ടാവില്ല. ഒരു സ്ഥലത്ത് മാർക്കിംഗ് വ്യതിയാനം അങ്ങനത്തെ ഒന്നും വ്യത്യാസം. അത് നമ്മുടെ ഫാൻഡൈലിൽ തന്നെ മെയിൻ ആളാണ്. ഇപ്രാവശ്യം UAE ഷോയിൽ 30 ചാമ്പ്യനായിരുന്നു. ആളാണ് അൽഫർദാനല്ലേ ഈ ബ്ലാക്ക്. ഇവർക്കിപ്പോ ഒരുപാട് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവല്ലോ. കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട് നമ്മുടെ ഇപ്പോഴും ഉണ്ട്. ഇതിലെ കുഞ്ഞുങ്ങൾ നമ്മൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. സെയില് കുറവാണ്. ഈ ചാമ്പ്യൻ ആകുന്ന ബേർഡ്സിനെ ഒന്നും കൊടുക്കില്ല, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളങ്ങനെ കുഞ്ഞുങ്ങളൊരു ഫൈനൽ ഒരു 10 ഫെദറൊക്കെ വന്ന് കംപ്ലീറ്റഡ് ആയിട്ട് അതിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയ ശേഷം ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞിലൊന്നും ഒരു ബേർഡിനെ നമുക്കത് പെട്ടെന്ന് ഗസ് ചെയ്തെടുക്കാൻ പറ്റും. സെയിൽ ചെയ്ത് ചിലപ്പോൾ നല്ലതാണോ എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് നല്ല എൻക്വയറി ഉള്ള ബേഡാട്ടോ. ഷോ ക്വാളിറ്റിയാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള ജംബോ ക്വാളിറ്റിയിൽ നല്ല സ്റ്റാൻഡിങ് ഉള്ള ബേഡാണ്. നന്നായി സ്റ്റാറൊക്കെ പിടിച്ചിരിക്കുന്ന ജംബോ ക്വാളിറ്റി ബേഡാണ് നമ്മുടെ ഫാൻഡൈൽസിൽ. അത് ടെയിൽ ഹോൾഡ് ചെയ്യുന്ന ബേഡാണല്ലേ? ഒരുവിധം ജംബോ ക്വാളിറ്റിയിൽ നിന്നും ടെയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യും. ജംബോ ക്വാളിറ്റിയിൽ നന്നായി 36ന്റെ അടുത്ത് വരുമോ? 32 മേലിലായിരിക്കും. ഈ ബേഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് പുറത്തുനിന്ന് വന്നുള്ള ബേഡാണ്. ഈ ബേഡാണ് ഇത്. പക്ക ന്യൂ ലൈൻ ബേഡാണ്. ഇതിപ്പോ 2021 ഷോകളുണ്ടെങ്കിൽ നമ്മള് വിൻ ചെയ്യേണ്ട ബേഡാണ്. പക്ഷെ നമുക്ക് അതിനുള്ള അവസരം ഇത്തവണ ഇല്ലായിരുന്നു, കൊറോണ കാരണല്ലേ. അത്രയും പക്ക ക്വാളിറ്റി ബേഡാണ്. എന്താണ് ഇപ്പൊ ഇത്തവണ വന്നേക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പാരറ്റ് പീക്കായി ഹെഡും പീക്കും വേണം. വളരെ മൈന്യൂട്ട് പീക്കായി. കൂടുതൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രൊജക്ട് ചെയ്തിട്ട് ഹ്യൂജ് ആയിട്ട് വരും. അല്ലേ? ബ്ലൂവിൽ വരണം. ഫുൾ ബ്ലൂ ആയിട്ട് വരുന്നത് കുഞ്ഞുങ്ങളാണ്. ഇവിടെ വന്നിട്ട് ബ്രീഡ് ആയതാണ്. ഇതും ഈ ന്യൂ ലൈൻ ആയിട്ട് തന്നെ വരുമല്ലേ? ന്യൂ ലൈൻ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കൈയിന്റെ വലുപ്പത്തിൽ ഒരു ശരിയാക്കി തരും. ബാക്കി നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഒരു തുടക്കക്കാരന് പറ്റുന്ന ഒരു പേടല്ല. തുടക്കക്കാരന് പറ്റുന്ന പേടല്ല. കുറച്ച് കെയർ ചെയ്തിട്ട് തന്നെ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ വിറ്റുങ്ങളെ പാരന്റ്സ് പേഡ് ആണെങ്കിൽ പോലും വിറ്റുങ്ങളെ ഭയങ്കര കെയർ ചെയ്യും. ഇതും കോറിയത്തിലെ വേറൊരു കളർ പേടാണ്. ബ്ലാക്ക് ലൈസ് എന്നൊക്കെ പറയും. ഇതും ന്യൂ ലൈൻ തന്നെ. ഇവരുടെ ഇപ്പോൾ ഞാൻ പറയട്ടെ, കുട്ടികളെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ആരെങ്കിലും എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷോയൊക്കെ വരാതിരിക്കുകയാണ്, എന്നാലും എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൈസ് റേഞ്ച് ഒക്കെ ഏകദേശം അറിയാൻ വേണ്ടി? ഓൾറെഡി നമുക്ക് എൻക്വയറീസ് ഉണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇത്രയും കാലം ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ഗേജിന്റെ ഫുൾ പണി കഴിഞ്ഞപ്പോഴാണ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി ഇപ്പോൾ ഒരു സിംഗിൾ കുഞ്ഞായിരിക്കുന്നു ബ്ലാക്ക് ലൈസ്. ബാക്കിയുള്ളത് ഇപ്പോൾ പോസ്റ്റൽ പാരൻസിലേക്കിലാണ്. ഈ ഓറിയന്റലിന്റെ പ്രൈസ് ഇപ്പം മറ്റേ നമ്മൾ ലോങ് ഫേസിന്റെ പ്രൈസുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവും? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ലോങ് ഫേസിനാണ് റേറ്റ് കൂടുതലാണ്. നല്ല ക്വാളിറ്റി കുറച്ചുകൂടി നോർമൽ ക്വാളിറ്റി കിട്ടാനുണ്ട്. കോർഡിനേറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ചെറുപ്പത്തിൽ അറിയാൻ പറ്റാൻ പീക്കിന്റെ ക്വാളിറ്റി വളരെ നല്ല ചിലവ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യിച്ച് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മളൊരു കുഞ്ഞുങ്ങളായിരിക്കും. ശരിക്കും ഒരു ടൈമിൽ നന്നായി മാർക്കറ്റ് കയറി മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ നമുക്കൊരു ക്യൂട്ടായിട്ട് ഒരു ടോയ്സിൽ പോലെ തോന്നിപ്പം എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ രണ്ട് പേരുണ്ട്. ടോയ് ബ്രീഡ് എന്നതുകൊണ്ട് കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെറിയ ടോയ് പോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂജ് അല്ലാത്ത ബേർഡ്സ്. ഇതിന്റെ ഒരു പേരേ ഉള്ളൂ നമ്മുടെ അടുത്ത്. നമ്മൾ നേരത്തെ കണ്ടത് പാരന്റ്സ് ആണ്. കുറച്ചുകൂടി കുറവാണ് ഇത്. അപ്പോൾ ഇവരുടെയൊക്കെ പൗട്ടിങ് എങ്ങനെയായിരിക്കും വരിക? ശരിക്കും ഭയങ്കര ഹ്യൂജ് ആയൊരു പൗട്ടിങ് ഒന്നും. നമ്മുടെ കയ്യിലുള്ളൊരു മെയിൻ ബ്രീഡാണ് ഇംഗ്ലീഷ് ട്രംപറ്റർ അല്ലേ? അതിലിപ്പോ ഫസ്റ്റ് കാണുന്ന പേര് റെഡ് കളറില് നമ്മുടെ മാസ്റ്റർ പെയറാണ്. വന്നിട്ട് മെയിൽ ബ്രീഡ് വന്നിട്ട് 2007
രണ്ടും സെയിം ലൈൻ ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ പൊങ്ങിയാലൊന്നും കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ പേടിച്ച് ഒരു മൂഡിലാണ് നമുക്ക് ഇരിക്കുന്നത്. അഗ്രസീവായി കുറച്ച് ബേഡാണ്. ലെങ്ത് വെച്ച് നോക്കുമ്പോൾ അധികം ലെങ്ത് ഉണ്ടാവാത്ത പാടില്ല, ഹാർഡ് ഷേപ്പ് ആയിരിക്കണം. ടോപ്പ് വ്യൂ വരുമ്പോൾ ഹാർഡ് ഷേപ്പ് ആയിരിക്കണം വേണ്ടി. ലെങ്ത് പാടില്ല. പിന്നെ മഫ് വന്നിട്ട് ഒരു 6 ഇഞ്ച് അബോ മഫ്സ് വേണം ഉണ്ടാവണം. ഡീ ക്രസ്റ്റ് വന്നിട്ട് പോയിന്റഡ് ആയിരിക്കണം. പോയിന്റഡ് ക്രസ്റ്റ് ആയിരിക്കും. പിന്നെ അടുത്ത പേരിനാണ് റിസർവ് ചാമ്പ്യനാണ് ടൈഗർ ടൈപ്പിൽ വന്നേക്കുന്നത്. റിസർവ് ചാമ്പ്യൻ ബേഡാണ് അത്. ഇത് വന്നിട്ട് ഫീമെയിൽ ബേഡ്. ഇത് ശരിക്കും പോയിന്റഡ് അല്ലാത്ത ബേർഡ്സിനെ നമ്മൾ പലപ്പോഴും പലയിടത്തും കാണാൻ പറ്റുമല്ലേ? ഇഷ്ടം ബെറ്ററാണെന്ന് ഇഷ്ടം ബെറ്ററാണ്. അത് കുറെ ആൾക്കാരെ ഡബിൾ ക്രസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ മുപ്പൊരു ഒരു ഫേസ് ഒക്കെ കാണുമ്പോൾ ഒരു ഗാംഭീര്യം ഉണ്ടാവും, ഒരു അഗ്രഷൻ ആയിരിക്കും ഫേസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭീകരന്റെ ലുക്ക് പോയിന്റ് ഇതാവും. നമ്മളിത് വേറെ ഇവിടെ മഫ്സ് കട്ട് ചെയ്യുക, അതുപോലെ ടൈല് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ചെയ്യും. റെഡ് ബേഡ് ഫസ്റ്റ് റണ്ണറപ്പാണ്. മറ്റേ ബേഡ് ചാമ്പിന്റെ കുഞ്ഞാണ്. സാമ്പിൾ ബേഡ് ഫീമെയിൽ ബേഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബേഡാണ് അത്. തീരെ ഷോർട്ട് ആയിട്ടുള്ള ബേഡാണ്. ഷോർട്ടുമാണ്, നല്ല ചെസ്റ്റ് വിത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഷോർട്ട് ബേഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടിയുള്ള ഒരു ബേഡാണ്. ഈ റെഡ് ബേഡിൽ നോക്കുന്ന ബൂട്ട് ലെങ്ത് ഒക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷെ അതിപ്പോ കറക്റ്റ് ഒരു ലെയർ പോലെ അടിങ്ങി ഇരിക്കണമെന്നൊക്കെ ഉണ്ടോ ഷോയ്ക്ക് ഇടുന്ന സമയത്ത്? ഷോയ്ക്ക് എടുക്കുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാറുണ്ട്. അതാണ് പിന്നെ ബ്ലാക്ക് പെയറാണ് നമ്മുടെ ഇത് പക്ക മോൾട്ടിംഗ് സ്റ്റേജിലാണ്. ഫേസ് നോക്കുന്നത് നമുക്കറിയാം പോയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീമെയിൽ ബേഡ് ബാക്കിൽ നിൽക്കുന്നത് അല്ലേ? ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരാം. ഇപ്പോൾ ചട്ടി കയറിയത് പോയിന്റഡ് ആയിട്ട് കിട്ടും. ശരിക്കും ഇംഗ്ലീഷ് ടംബറ്ററിൽ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട്. അതെല്ലാം കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള കളേഴ്സാണല്ലേ? ഇവരുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇതൊരു ആൽമണ്ട് ബേഡും ഒരു ആഷ് ടൈഗറുമാണ്. ആഷ് ടൈഗർ ഫീമെയിലാണ്, എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇംഗ്ലീഷ് ടംബറ്ററിൽ നല്ല ആൽമണ്ട്സും ഉണ്ട്. ആൽമണ്ട്സും ഉണ്ട്, അതുപോലെ നല്ല ബേഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, നമ്മുടെ അടുത്തുണ്ടല്ലേ? ഫോമിന്റെ അത്യാവശ്യം ഒരു കളക്ഷൻ ഉണ്ട്, ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും അല്ലേ? കളക്ട് ചെയ്തുകൊണ്ടിരിക്കണല്ലോ ഫോമിന്. നല്ല കളക്ഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. 2019 ചാമ്പ്യൻസിന്റെ അത് ഏതാ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന? നല്ലൊരു ആക്റ്റീവായിട്ടുള്ള 4 മെയിലാണോ ഈ കിടക്കുന്നത്? ഒരു ഫീമെയിലാണ്. ഹോമേഴ്സിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. പക്ഷെ അത് പോസ്റ്റർ ആയിട്ടുള്ളതല്ല, കളർ ഹോമേഴ്സ് ആണ് അല്ലേ? ഷെയ്ഡ് ഹോമേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ വൈറ്റിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ. ഈ ഇവരുടെ എന്താണ് ഒരു പ്രത്യേകത പറയാൻ പറ്റുന്നത്? നമ്മൾ ഡെവലപ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ആയതാണോ? ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതില് കളേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരിക. ഷെയ്ഡ് ഹോമേഴ്സിൽ പറക്കുന്ന പ്രാവുകളല്ലേ സെക്കൻഡ് പ്രൈസ് വന്നാൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം കളക്ഷൻ ഉണ്ടല്ലോ. അടുത്തൊരു പേരിനെ കൂടെ കാണാം. ഈ ഒരു പേരും കൂടെ ഉണ്ടല്ലേ? ഇത് കളർ എന്തായിരിക്കും വരിക ഇവരുടെ? ചെക്കറും ഒന്ന് ആഷ്ബാറും ആണ് വന്നേക്കുന്നത് അല്ലേ? എഗ്ഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ബേർഡ്സ് ആണോ ഇതെല്ലാം? എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്താണ്. ഇതില് ബ്ലൂ ഷെയ്ഡില് ബ്ലൂ വരുന്ന ബേർഡ്. മറ്റേ ഫീമെയിൽ കുറച്ച് മാർക്കൗട്ടാണ്, എന്നാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുമോ നമുക്ക്? ഇനി പിന്നെ ഇപ്പോ മാർക്കറ്റിൽ ഏറ്റവും എൻക്വയറിയുള്ള ബേഡാണ് നെക്സ്റ്റ് ബോളിൽ ഇരിക്കുന്ന ആ കളർ. ബ്ലാക്ക് ലേസ് ഷീൽഡ്. ബ്ലാക്ക് ലേസ് അല്ലേ? ബ്ലാക്ക് ലേസ് ഏറ്റവും കൂടുതൽ എൻക്വയറിയുള്ള ബേഡാണ്. ഇവരുടെ എങ്ങനെയാണ് ഇപ്പൊ സാധാരണ ഒരു വ്യക്തിക്ക് ആദ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇവരായിരിക്കും. അപ്പൊ അങ്ങനെ നല്ല എനർജറ്റിക് ആയ ബേഡാണ്. കാരണം ഇമ്മ്യൂണിറ്റി പവർ ആയാലും എല്ലാം കൊണ്ടും നല്ലതാണ്. ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കൊണ്ടിട്ട് കെയറിങ്ങിന്റെ വലിയ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ഇറക്കിക്കോളും. പറഞ്ഞിട്ടില്ല. ഇത് നമ്മളിവിടെ എല്ലാം കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഷീൽഡ് ഹോമേഴ്സിന്റെ. 2 ഫാൻറ്റയില് 2 ഫാൻറ്റയിൽസ് ഉണ്ട്, ഒരു പോം ഉണ്ട്, ഒരു ഹംഗേറി ഉണ്ട്, പിന്നെ ഒരു ടർബിറ്റൗൾ ഉണ്ട്, അതുപോലെ തന്നെ സാറ്റിൻസ് ഉണ്ട്.
ഓ അങ്ങനെ പലതിൻ്റെ മെയിലിന് ഈ കോളനിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ബ്രീഡുകളുടെ കുഞ്ഞുങ്ങളെ മാത്രം പിടിച്ചിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് ലോങ് ഫേസ്, ഇംഗ്ലീഷ് ടംബറ്റർ, അതുപോലെ ഫാൻഡേൽസുകൾ, ജർമ്മൻ ഔള്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുള്ളതാണ്. ഇതിലിട്ടേക്കാണ്. കുറച്ച് ഫ്ലൈ ചെയ്ത് കുറച്ച് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരും. പെട്ടെന്ന് ഫെദറൊക്കെ പോയി സെറ്റായി. ഇതൊക്കെ ഇതിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടാവില്ലേ? ഇതില് ഇംഗ്ലീഷ് ലോങ് ഫേസിന്റെ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. അതുപോലെ ഇംഗ്ലീഷ് ടംബറ്ററിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ്. ലോങ് ഫേസിന് ട്രംപറ്റ് ഉണ്ട് അല്ലേ? ഇംഗ്ലീഷ് ട്രംപറ്റിന് നമ്മളിപ്പോൾ കാണിച്ചിട്ടില്ല. എന്ത് റേറ്റ് ആയിരിക്കും ഇംഗ്ലീഷ് ട്രംപറ്റിന്റെ കുട്ടികൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക്? 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 30 രൂപയ്ക്കാണ് കുട്ടികളെ കൊടുക്കുന്നത് അല്ലേ? പെയർ